സിംഗിൾ പാരന്റ് ഇൻ ദ സെൻസ് അവർ ഒറ്റയ്ക്കാണ് ട്രാവൽ ബേബിയാണോ കിച്ചപ്പൂന് അപ്ലിക്കാൻ എയർ ഹോസ്റ്റേഴ്സ് 5 ഇതൊക്കെ കൊടുത്ത് കിറ്റ്കാറ്റൊക്കെ കൊടുത്ത് കിച്ചപ്പൂന സുമ്മാവാ. നമ്മളങ്ങനെ ലണ്ടൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ചെറിയൊരു സൈഡാണ് സന്തോഷമായിട്ടൊക്കെ ഭയങ്കര ലോങ് ജേർണി പോലെ ഉണ്ടായിരുന്നു എനിക്ക്. നൈസായിരുന്നു. മറ്റേ കുട്ടീനെയൊക്കെ കളിപ്പിച്ച് ഓർത്തി അങ്ങനെ കുറച്ച് സമയം അങ്ങനെ ഒരു 3-4 മണിക്കൂർ അങ്ങനെ പോയി. അതുകൊണ്ട് അവൻ്റെ ആ കുട്ടിയുടെ ഫാദറിന് കുറച്ച് തങ്ക ഒരേ സങ്കടം. അമ്മയൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മകൻ ഇത്രേ കരച്ചിലായിരുന്നു. വീട്ടിൽ പോകണം ഒരേ കരച്ചിൽ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞാൽ സമാധാനിപ്പിച്ചേക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ കാറിന് വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ഫ്രണ്ട് ജോൺ വരും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അങ്ങനെ കല്യാണ സീരീസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത തവണ നാട്ടിൽ വരുമ്പോഴേക്കും ഞാൻ വ്ളോഗ് ഉണ്ടാവുക. നമ്മൾ നാട്ടിലിറങ്ങിയിട്ട് ആദ്യം പോയത് ഒരു ശരവണ ഭവൻ. ഇവിടെ ഇറങ്ങിയിട്ട് ആദ്യം പോകുന്ന ഒരു ശരവണ ഭവൻ. നമ്മൾ ലണ്ടനിലെ ശരവണ ഭവനിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. നല്ല 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 സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനും നല്ല 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 സാധനങ്ങളുണ്ട്. ചെന്നൈ കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. എമ്മി ജിഷ്ണു ഇന്നത്തെ ഫുൾ പൈസയും പേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളാണെന്നൊക്കെ ഇവരാണ് ഇന്നത്തെ പൈസ പേ ചെയ്യുന്ന ആൾ. ആണ് എല്ലാം വാങ്ങി തിന്നണമെന്നുണ്ട്. പക്ഷെ വാങ്ങുന്നില്ല. ചന മസാല ഇതാണ് ചന. ചന വെള്ളക്കടലയാണ് ചന. ഇത് ബട്ടൂരയാണ്. നമ്മൾ എത്തിയിരിക്കുകയാണ്. വെയില് കൊണ്ട് വന്ന് തുറക്കണുണ്ടോ എന്തോ അത് ഓട്ടിക്കണ്ടോ ഈശ്വര. ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നൊരു ഫീലില്ലേ. എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം രാത്രി നമ്മൾ ആദ്യമായിട്ട് വന്നു. വീടെത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാനും കിച്ചപ്പും 7 മണിക്കൂർ ഉറങ്ങാത്തതുകൊണ്ടും തങ്കും നല്ല രീതിയിൽ ഉറങ്ങിയതുകൊണ്ടും ഞങ്ങൾ വന്ന പാടെ 3 പേരും നല്ല രീതിയിലൊരു ഉറക്കം ഉറങ്ങി. യൂഷ്വലി ഞാനും തങ്കും എവിടെ പോയിട്ട് വന്നാലും ആദ്യം ബാഗ്സൊക്കെ അൺപാക്ക് ചെയ്യും. എനിക്കും തങ്കുവിനും പൊതുവെ അതാണ് ഇഷ്ടം. പക്ഷേ ഇത്തവണ ഒന്നും നോക്കിയില്ല. വന്ന പാടെ ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കം ഉറങ്ങി. പിന്നെ എണീക്കുന്നത് പിറ്റേ ദിവസം രാവിലെ 4 മണിക്കാണ്. നല്ലൊരു ഉറക്കം ഉറങ്ങിയതുകൊണ്ടായിരിക്കും 4 മണിക്ക് എണീറ്റപ്പോഴും ഞങ്ങൾ ഭയങ്കര ഫ്രഷായിരുന്നു, ഭയങ്കര പ്ലസൻ്റ് ആയിരുന്നു. പിന്നെ സ്വന്തം വീട്ടിലേക്ക് വന്നതിൻ്റെ ഒരു ഫീലുണ്ടല്ലോ, അത് ഭയങ്കരമാണ്. പണ്ടൊക്കെ നമുക്ക് ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എനിക്ക് പാലക്കാട് വരുമ്പോഴാണ് ആ ഒരു ഫീൽ ഉണ്ടാവുക എൻ്റെ വീട്ടിലാണെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ഇവിടെ വരുമ്പോഴാണ് ഞങ്ങളുടെ വീട് എന്നുള്ളൊരു ഫീൽ വരുന്നത്. 2 ആഴ്ചയാണ് ഞങ്ങൾ ഇപ്രാവശ്യം പോയതെങ്കിൽ കൂടി നല്ല പൊടി ഉണ്ടായിരുന്നു ഇപ്രാവശ്യം, എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ അൺപാക്കിങ്ങും വീട് വൃത്തിയാക്കലും എല്ലാം കൂടി അന്ന് രാവിലെ ഭയങ്കര ബിസിയായിരുന്നു. 4 മണിക്ക് എണീറ്റത് കൊണ്ട് തന്നെ ഒരു 6-7 മണിയാകുമ്പോഴേക്കും ഒരുവിധം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തുണി തിരുമ്പലും അടിച്ചുവാരി തുടയ്ക്കലും തങ്കും കിച്ചപ്പും അതേപോലെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട്
എനിക്കത് ഒറ്റയ്ക്കായിട്ട് ചെയ്യേണ്ടി വരാറില്ല യൂഷ്വലി. അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര ഒരു ആശ്വാസമാണ്. ഞങ്ങളുടെ വീട്ടിലെ ഒരുവിധം എല്ലാ സാധനങ്ങളും വെള്ള കളറിലാണ്. അപ്പം നമ്മളൊരു വൈറ്റ് തീമാണ്. ഞാനിപ്പോൾ എന്ത് സാധനം വാങ്ങിക്കുകയാണെങ്കിലും ഞാൻ ഒരു വൈറ്റാണ് നോക്കാറുള്ളത്. എല്ലാവരും പറയും ചളിയാവുമെന്ന്, പക്ഷേ എന്തോ എനിക്ക് ഈ വീട്ടിൽ ഗ്രേയും വൈറ്റുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കാറുള്ള കാര്യങ്ങൾ. നമ്മൾ അങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാറില്ല. നമ്മളെ വീട് ഭയങ്കര 1 BHK ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റഡ് സ്പേസ് നമുക്കുണ്ട്. പക്ഷെ എന്നാലും മാക്സിമം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണ് നോക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചളിയാവുന്നതുകൊണ്ടും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനുണ്ടാവാറുണ്ട്. നാട്ടിൽ നിന്ന് എത്രയൊക്കെ തിരുമ്മിട്ട് വന്നാലും ലാസ്റ്റ് വരാൻ നേരത്തേക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും അങ്ങനെയും ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുറേ ഡ്രസ്സുകൾ കിട്ടും. അതെല്ലാം തിരുമ്മാനുണ്ടാവും. പിന്നെ ഞങ്ങൾ പോകുമ്പോഴും കുറച്ച് ക്ലോത്ത്സ് തിരുമ്മാൻ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം വന്നിട്ട് ആദ്യം ഈ പണികളുടെ ഇടയിൽ തന്നെ വാഷിംഗ് ഓണാക്കുമ്പോൾ അത് പെട്ടെന്ന് തീർന്നോളും. കാരണം ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നമുക്ക് ലോണ്ട്രിയിൽ പോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 2 ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടും. നല്ല വെയിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിലൊക്കെ ഉണങ്ങി കിട്ടും കേട്ടോ. ഒരുവിധം പണികളൊക്കെ തീർന്നിട്ടുണ്ട്. ലാസ്റ്റത്തെ അടിച്ചു വാരലും തുടക്കലോടും കൂടിയാണ്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറുകളാട്ടോ. അമ്മയുടെ കസിൻസ്, തങ്കുൻ്റെ കസിൻസ്, മോള് ചേച്ചിയും വിജുവേട്ടനും ഉണ്ടാക്കിയ നല്ല കണ്ണിമാങ്ങയുടെ അച്ചാറാണ്. ഇപ്പോൾ ഏകദേശം തീരാറായിട്ടുണ്ട്. ഞങ്ങൾ ഡെയിലി കഴിക്കലാണ്. എന്തായാലും പണി ഏകദേശം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കിച്ചപ്പ് ഏകദേശം ഇവിടെ കുളിയൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പരിപാടികൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾക്ക് വിശപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിച്ചപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്നോട് കറികളൊക്കെ പറയുകയാണ്. അച്ഛന് ഭയങ്കര സാറായിരുന്നു. അവൻ വരുമ്പോൾ അച്ഛൻ്റെ കറിയുന്നുണ്ട്. അച്ഛ ഭയങ്കര സാറായിരുന്നു ഫ്ലൈറ്റിൽ. മൊത്തത്തിൽ അത് നല്ല വിഷമം കഥകളൊക്കെ പറയുകയാണ്. ഇനി എപ്പോഴും നമ്മൾ തിരുവാലിക്ക് പോവുക, തിരുവാലിയിൽ പോവാം, ജൂലിനെ കാണണം എന്നുള്ള കഥകളൊക്കെയാണ് ഞാൻ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇനി പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഭക്ഷണത്തിൻ്റെ സമയമാണ്. നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റിട്ട് ഒന്നും ഉണ്ടാക്കാൻ ഉള്ള സമയം നമുക്കിവിടെ ഇല്ല. പിന്നെ ഒന്നാമത് സാധനങ്ങളും ഇല്ല. എല്ലാം ഇനി വാങ്ങിക്കണം. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു കഞ്ഞിയും നല്ല അച്ചാറും കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിക്കാം എന്ന് ഞാനും തങ്കും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരു യാത്രയൊക്കെ ചെയ്ത് വന്ന് ഇതുപോലെ പണിയെല്ലാം മുഴുവൻ വൃത്തിയാക്കി എല്ലാം പഴയതുപോലെ ആക്കി ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര ഫീലാണ്. നമ്മളെവിടെയോ പോയിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നൊരു ഫീലാണ്. ഇതുപോലെ നീറ്റായിട്ട് ഈ ഇരിക്കാനാണ് പൊതുവേ എനിക്കും തങ്കുനും ഇഷ്ടം. അങ്ങനെ ഭയങ്കരമായിട്ട് എല്ലാം കൂടി വാരി വലിച്ചിട്ടിട്ട് ഇരിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. എത്ര വയ്യെങ്കിലും ഞാൻ ഇരിക്കുന്നതിന് ചുറ്റുപാടും വൃത്തിയായിട്ടിരുന്നാലും എനിക്ക് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. തങ്കും ഏകദേശം അതേപോലെയുള്ള ഒരാളായതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീട് വൃത്തിയാക്കി വയ്ക്കാൻ പൊതുവെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷേ ആ മൂന്നാമതിരിക്കുന്ന ആ കുട്ടി ഇത് 5 മിനിറ്റ് കൊണ്ട് വൃത്തികേടാക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങളുടെ വീട് മിക്കപ്പോഴും വൃത്തികേടായിട്ട് കിടക്കാറ്. അപ്പം ഞങ്ങളിങ്ങനെ 3 പേരും കഥകളൊക്കെ പറഞ്ഞ് നാട്ടിൽ പോയേണ്ടിയും ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഒരു കഞ്ഞിയെ കുറിച്ച് കുറച്ച് ചാർജ് ആയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് അഖിലയുടെ അവിടെ പോകണം. ലച്ചുവിൻ്റെ അവിടെ, കിച്ചപ്പൂൻ്റെ ഫ്രണ്ട് കിച്ചപ്പൂൻ്റെ ലച്ചുവിൻ്റെ അവിടെയും എനിക്ക് അഖിലയുടെ അവിടെയാണ്. ആൻറ്റി ഉണ്ട് അവിടെ. അപ്പോൾ അഖിലയുടെ അമ്മ കൂടി ഉള്ളതുകൊണ്ട് നല്ല ഫുഡാണ്. അവിടെ പോകുമ്പോൾ തന്നെ ഫുഡ് നന്നായിട്ട് കിട്ടും എന്നുള്ളൊരു സന്തോഷം ഇവിടെ മനസ്സിലുണ്ടാവും. പണ്ടാണെങ്കിലും അഖിലി നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ പോകുകയെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അവൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നെ അവൾ പിറ്റേ ദിവസം ലഞ്ചിന് അങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷമാണ്. കാരണം നമുക്കിങ്ങനെ ദൂരെ യാത്രയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇങ്ങനെ ഫ്രണ്ട്സും ഫാമിലി പോലെയുള്ള ഫ്രണ്ട്സ് ഉള്ളപ്പോൾ അവരവിടേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം നമുക്കങ്ങനെ വിളിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കൂടി നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനും കിച്ചപ്പും കൂടി എൻ്റെ കുളിയും കഴിഞ്ഞു. ഞങ്ങൾ എല്ലാ പണികളും കഴിഞ്ഞുകൊണ്ട് തന്നെ നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി വിളക്കൊക്കെ കൊളുത്തി. പിന്നെ 2 ആഴ്ചയില്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ പൊടി ഉണ്ടായിരുന്നു അവിടെയും. അപ്പം നല്ല രീതിയിൽ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി ഞാനും കിച്ചപ്പും കൂടി പ്രാർത്ഥിച്ചു, ഈശ്വരാ എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകാനുള്ള പൈസ ഉണ്ടാക്കണേ എന്ന് ഞാൻ കിച്ചപ്പൂവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കുട്ടികൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഏകദേശം ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അഖിലയുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ.
taking my food. ഹലോ ഗീസ്, അങ്ങനെ നമ്മൾ വീട്ടിലെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ഒന്ന് കുളിച്ച് റെഡിയായി നമ്മളിരിക്കുകയാണ്. നല്ല ഉറക്കം വേണ്ട, ഭയങ്കര ക്ഷീണം. എന്താണെന്നറിയില്ല ഇപ്രാവശ്യം. നമ്മൾ ആദ്യം അഖിലയുടെ വീട്ടിൽ പോകട്ടൊന്നും ലച്ചുവിൻ്റെ അവിടെയൊക്കെ കാണാൻ പോകണം. ആൻറ്റിയൊക്കെ ഉള്ളതാണ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ആദ്യം ലഞ്ച് കഴിക്കാം. അപ്പോൾ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ലഞ്ച് കഴിക്കാൻ അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് രാത്രി ഒരു ഹോളി കമ്മ്യൂണിയൻ പരിപാടി ഉണ്ട്. അപ്പം ഫുഡ് എങ്ങനെ എന്തായാലും ഉണ്ടാക്കണം. നാളെ രാവിലെ പോയിട്ട് വേണം ഇനി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. നാളെ കിച്ച് പോകുന്ന സ്കൂളുണ്ട്. സമ്മർ ആയതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് തണുപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മളുടെ യൂഷ്വൽ കാഷ്വൽ വൈവേഴ്സ് തന്നെ ഇടാൻ പറ്റും. അതിനാണ് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. പിന്നെ നല്ല സണ്ണായിട്ടുള്ളത് കൊണ്ട് കുറച്ചുകൂടി നമുക്കൊരു കംഫർട്ടബിളാണ് വീട്ടിലിരിക്കാനും ഒക്കെ. നമുക്ക് എന്തായാലും ഇനി അവിടെ പോയിട്ട് കാണാം. നമ്മുടെ വീട്ടിൽ നിന്ന് വലിയ ദൂരമല്ല കേട്ടോ അഖിലയുടെ വീട്ടിലേക്ക്. ജസ്റ്റ് ഒരു 5 minutes. അത്രയും നടക്കേണ്ട ആവശ്യമില്ല. അത്രയൊക്കെ നടന്നാൽ മതി. അത് നടന്നു കഴിഞ്ഞ് നമുക്ക് എത്തും. അതിന് മുമ്പ് ഒരു വീട് കുറച്ച് ദൂരമായിരുന്നു. ഇപ്പം നമ്മുടെ വീടിന് അടുത്തായി. പക്ഷെ അടുത്തായ ശേഷം അങ്ങോട്ടേക്ക് പോകാനേ പറ്റില്ല. എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യും പക്ഷെ നടക്കാറില്ല. കുറേ ആയി അവൾ വിളിക്കണം. എന്നാണൊന്ന് പോകാൻ പറ്റിയത്. നമുക്ക് പോയിച്ചത് ആൻറ്റി ഉണ്ടാക്കുന്ന സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പോണേ. എന്താ പറയില്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. എൻ്റെ കണ്ണ് കണ്ടറിയായിരിക്കും. ഒന്നാമത് ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ലൊരു കുളിച്ചു. എല്ലാം കൂട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇവളത്തെ ഏറ്റാണ്. ഇനി ഇവളത്തെ വരില്ല പറഞ്ഞാൽ അവൾ എൻ്റെ മണ്ട അടിച്ച് പൊട്ടിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും പോകാമെന്ന്. പിന്നെ അവിടുത്തെ പോലെ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ അറിയില്ല, എൻ്റെ മുടിയൊക്കെ നന്നായി നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നും ചെയ്തിട്ടില്ല, കുളിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഒന്നും ചെയ്യാനുള്ളൊരു ആരോഗ്യം എനിക്കില്ല. പിന്നെ ഇന്ന് വൈകിട്ട് നമുക്കൊരു ഹോളി കമ്മ്യൂണിയൻ ഉണ്ട് സിൻസീസിൻ്റെ മുകളിൽ. അപ്പോൾ അതും കൂടി ഒന്ന് പോകാനുള്ളതാണ്. തങ്കു ഇപ്പം എത്തും. തങ്കു ഓടി വരുന്നുണ്ട്. തങ്കു ദ സിംഗം. ആരത്? ഏതാണ് ചുള്ളങ്ങിസ്നു? Who is this handsome boy? Is this Tangu? ഞാനും തങ്കും ബ്രൗൺ ആയല്ലേ. സ്ഥിരം സ്പോട്ടാണിത്. സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഈ മതിലിന്റെ മേത്ത് കൂടെ നടക്കുക എന്നുള്ളത്. എപ്പോഴെങ്കിലും ഒരിക്കൽ പണി കിട്ടാണ്ടിരിക്കണേ എന്നൊരു പ്രാർത്ഥന എനിക്കുള്ളൂ. എന്താ അവസ്ഥ നാട്ടിൽ നിന്ന് വന്നിട്ട്? നല്ല വെതറാണ്. നല്ല വെതറാണ്. ഇതുപോലെയൊക്കെ ഇങ്ങനെ നടക്കാൻ കുറെ കാലമായി ആഗ്രഹിക്കുന്നു. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത വർഷം എന്നൊക്കെ നോക്കിയിരിക്കാം. പറ്റില്ല. വന്നപ്പോൾ എന്നെ ഇഷ്ടമാവാൻ തുടങ്ങി. ആ നാട്ടിൽ പോയി കഴിഞ്ഞാൽ വല്ല ആദിവാസി കണക്കായിരുന്നു. ഞാൻ ഒരു തേങ്ങയും ചെയ്തിട്ടില്ല. എന്ത് കഷ്ടല്ലേ. നാട് ഇതുപോലെ ആയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോകും. കുടിച്ചോക്ക്. ഞാൻ കൊണ്ടുവന്ന സ്നാക്സ്. നാട്ടിൽ പോയി വന്നതിന്റെ വിഷമം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിട്ട് ആൻറ്റിന്റെ വക ചിക്കൻ കൊണ്ടാട്ടം നല്ല പണുണ്ട്. ഇത് കണ്ടിടയ്ക്ക് വിഷമൊന്നൊക്കെ ഇപ്പൊ. ആൻറ്റി UK വന്നിട്ട് ഇത് 2ാമത്തെ തവണയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കിഡ്സപ്പിന് ഞങ്ങൾ ഒരുപാട് തവണ അവിടെ കൊണ്ടുപോയി വിടാറുണ്ട്. ആൻറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ എനിക്കിപ്പോൾ ജോലക്ഷ്മി അല്ലെങ്കിൽ വിഷാമ അവിടെ കൊണ്ടുപോയി വിടുന്ന പോലെ തന്നെയാണ് ആൻറ്റിയുടെ അവിടെ കൊണ്ടുപോയി വിടുമ്പോഴും. അതുപോലെ തന്നെ കിച്ചപ്പൂനും ലച്ചുവിനും. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആൻറ്റിയാണ്. ഉഷാമേനാണെങ്കിലും ജോലക്ഷ്മീനാണെങ്കിലും ഗ്രാൻഡ്മ എന്നുള്ളൊരിതിൽ അവർക്ക് അറിയില്ല. ഗ്രാൻഡ്മ എന്ന് പറയുമ്പോൾ അത് ആൻറ്റിയാണ്.
കിച്ചപ്പൂനും ലച്ചനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടിട്ട് അവർ ഒരുപാട് തവണ ഒരുപാട് കാര്യങ്ങളിലും അതിന് അവരുടെ ഇപ്പോഴത്തെ വരെയുള്ള ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ഒരുമിച്ചിരുന്നുകൊണ്ടും അവർ തമ്മിൽ വല്ലാത്തൊരു ബോണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അവർ ഒരുമിച്ച് വളർന്നതും അവർ ഒരുമിച്ച് കളിക്കുന്നതും കാണാൻ വളരെ സന്തോഷമാണ്. ഈ കേക്ക് ഓർമ്മയുണ്ടോ നിനക്ക്? ആദ്യമായിട്ട് നമ്മള് ഷാന്റെ PSW ആദ്യമായിട്ട് BNMന്റെ കേക്ക് വാങ്ങിക്കണത്. അന്ന് സാമാണ് ഇത് കണ്ടുപിടിക്കണത്. സാമ കണ്ടുപിടിച്ചത് 4 പൗണ്ടിന് BNMന്റെ കേക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം എല്ലാ പരിപാടിക്കും ഇതന്നെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. മതിയിടോ, താഴെ കൊണ്ട് കളയാനല്ലേ. അങ്ങനെ ചെയ്യരുത് കിച്ചപ്പൂ. കൊണ്ട് ഞങ്ങൾ പോളില് പരിപാടിക്ക് ഓക്കെ നല്ല ഭംഗിയുള്ള വെയിറ്റ് ചെയ്യും. കളർ കോഡൊന്നുമില്ല, ചന്ത ഉൾപ്പെട്ടാ മതി കേട്ടോ. എന്നിട്ട് റെഡി ആയിരിക്കണം കേട്ടോ. വെയിറ്റ് ചെയ്യോ? നമ്മൾക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ റെഡി ആയിട്ട് ഇരിക്കാൻ പറ. ഇങ്ങനെ പറ, റെഡി ആയിട്ട് ഇരിക്കാൻ പറ. TV റെഡി ആയിട്ട് ഇരിക്കാൻ പറ. ഇങ്ങനെ ഹലോ ഗായ്സ്, ഞാൻ റെഡി ആയിട്ട് ഇരിക്കാൻ പറ. നീളം വെച്ചത് കോഴിക്കുറുവില് പോലെയായി. ഡ്രസ് അവിടെ റെഡി ആക്കി കൊണ്ടുപോവാ. ഏത് ഡ്രസ് ഡ്രസ്സും പോകുമ്പോ ഉള്ള എണ്ണസംഖ്യ അല്ല, വരുമ്പോ നമ്മുടെ കൂടെ ഒരാൾ കൂടി ഉണ്ട്. ആരാണ്? ലച്ചു. ലച്ചു നമ്മളെ പൊക്കി. ഇന്ന് എന്തായാലും ഒരു ഹോളി കമ്പനി ഉണ്ട്. അപ്പൊ ലച്ചുവിനെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ലച്ചു ഒരേ കരച്ചില്ല. അപ്പൊ നമുക്ക് നല്ല ലച്ചുവിനെയും കൊണ്ട് പോകാന്ന് വിചാരിച്ചു. ഇപ്പൊ പോയിട്ട് കുറച്ചേരം ഒന്ന് കിടന്ന് ഉറങ്ങണം. എന്നിട്ട് 2 പേരെയും റെഡിയാക്കി നമുക്ക് പോണം. അപ്പോ ഇനി നമുക്ക് റെഡി ആയിട്ട് കാണാം. ലച്ചു, you doing it well? Yeah. You like it? There you go. This is your dress and this is your dress. Go and change and come, okay? I got apple boys hello. Close your eyes. Wow. Nipattu. Kiss me next, ട്ടോ. നോക്കട്ടെ, കാണിച്ചെടുക്ക്. സൂപ്പർ. സ്മോൾ ഇട്ടോ ജഗത്തിന്, ബോയ്സിന് സ്മോൾ. നമ്മള് റെഡി ആയിരിക്കാണ്. ഞാൻ വീണ്ടും ഇത് തന്നെ ഇട്ടിരിക്കണം. അപ്പൊ എനിക്ക് ഡ്രസ്സിലുണ്ടോ ഈ ഡ്രസ്സിന്റെ തന്നെ പറയാം വയ്യ തപ്പായെന്നു. നമുക്ക് വേഗം പോയിട്ട് ഹോളി പരിപാടി പങ്കെടുത്തിട്ട് ബേബിക്ക് നമ്മൾ റെഡിയായി. ഞാൻ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. സത്യത്തിൽ വയ്യ, നല്ല ഉറക്കം വരുന്നുണ്ട്. പോയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അത്രയും സമാധാനം. ടാക്സി ഒന്നും വിളിച്ച് പോകണ്ടല്ലോ. ഒരു 12 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നടന്ന് പോയിട്ട് നമുക്ക് പരിപാടി കണ്ടു വരാം. ഗുഡ് ഗേളും ഗുഡ് ബോയ് ആയിട്ടിരിക്കണം കേട്ടോ. എല്ലാരും തിരിഞ്ഞു നോക്കുന്നത് ഹായ്
നജ്മ ഒരു ഹായ് പറയുന്ന വ്ളോഗില്. രണ്ടാഴ്ചയിലുണ്ടാവുള്ളൂ. ശരിക്ക് വയ്യെന്നൊക്കെ. എന്താ ചേച്ചിയാണോ ഹോളി കമ്മ്യൂണിയൻ എന്നൊക്കെ? ആരുടെയോ ഹോളി കമ്മ്യൂണിയൻ എന്നൊക്കെ. ഇതാണ് സ്മിത. ഒരു ഹായ് പറയൂ ഗൈസ്. ഇതാണ് ഹോളി കമ്മ്യൂണിയൻ കുട്ടികളുടെ അമ്മ എന്നൊക്കെ കണ്ടാ പറയൂന്നൊക്കെ. എന്താ ഇത്? അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എന്റെ ഹെയർ സെറ്റ് ചെയ്തൊക്കെ കൊള്ളാം. സിൻസി ചേച്ചി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ്. ചേച്ചിയുടെ 2 പെൺമക്കളാണ്. 2 പേരുടെയും ഹോളി കമ്മ്യൂണിയൻ ഒരുമിച്ചാണ് നടത്തുന്നത്. പണ്ടൊന്നും എനിക്ക് ഒരുപാട് ഈ ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിനെ പറ്റിയിട്ടൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോർട്സ്മൗത്തിൽ ഉള്ള സമയത്ത് അവിടെ ഞങ്ങളുടെ ബിൻസി ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുടെ മോൻ്റെ പരിപാടിക്ക് ഞങ്ങൾ പോയപ്പോഴാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയുന്ന സാധനം എന്താണെന്നുള്ളത് അറിയുന്നത്. ഇത് സിൻസിയുടെ 2ാമത്തെ ആളാണ് ലിച്ചു. ഷീ സോ പ്രിറ്റി. ഇവളുടെ ഹോളി കമ്മ്യൂണിയനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അവളുടെ ചേച്ചിയും. Say hi to my vlog. Guys, this is Lechu and this is Lechu too. Hey, Betty ചേച്ചി. Betty ചേച്ചി വന്നില്ല. ഒരു ഹായ് പറയുന്നുള്ളൂ. ഹായ്. ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. This is Mijwa Chetan, Sinsi Chechi and our 2 lovely kids, Amaya and Anugrah. ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നു. സോ എല്ലാം ഒരു പ്രാർത്ഥനയിൽ തുടങ്ങട്ടെ. സോ ലെറ്റ്സ് വെൽക്കം ഫാദർ ടു ദി സ്റ്റേജ് ടു ബ്ലെസ് us. പ്രാർത്ഥന, ഒരുക്കം അതൊക്കെ അനുഗ്രഹയുടെയും അമ്മയുടെയും ജീവിതത്തിലുണ്ടായിരുന്നു. ഇവരുടെ പാഷയുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായിട്ട് വിശുദ്ധ കുരിശ് പറയുന്നത് പോലെ എന്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് എന്റെ ഈശോയെയാണ്. ആ ഈശോയെ എന്റേതായിട്ട് as we forgive those who trespass against us and lead us not into temptation but deliver us from evil. ഞാൻ അതിനുവേണ്ടി ഇത്രയും നാളുമായിട്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരിക്കുന്നത് പള്ളിയിൽ പോയി ഇവരെ ഹോളി കമ്മ്യൂണിയൻ ഒരു ദർശനം കൂടെ നടത്തണമെന്നാണ്. അത് ഇന്നലെ ദൈവം സഹായിച്ചത്. അതുകൊണ്ട് ഒരുപാട് ദൈവത്തോട് നന്ദി. She sells seashells by the seashore. എന്റെ വ്ളോഗിലൊരു ഹായ് പറ. ഓ, ഇതിന്റെ ഇടയിൽ നീ ഉണ്ടായിരുന്നോ? ലച്ചുനെ വിളിക്കും. തിരിച്ചെത്തിയിരിക്കുകയാണ്. നല്ല പരിപാടിയായിരുന്നു. കുറേ പേരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. കുറേ ഗെയിംസും അങ്ങനത്തെ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ കിടന്ന് ഉറങ്ങട്ടെ.